ഇന്നത്തെ വീഡിയോ ഒരു മൂവി റിവ്യൂ വീഡിയോ അല്ല. ഞാൻ നമ്മുടെ യൂട്യൂബിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഐറ്റം എന്ന് നോക്കാൻ വേണ്ടി, പുതിയ ട്രെയിലേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. പുതിയ പടം ഞാൻ വേറെ കണ്ടില്ല. ഞാൻ ഇന്നലെ ദമാലും പോയി കണ്ടു. പൂറപ്പടം അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ വീക്കെൻഡിൽ ഞാൻ ഇതേ മുരളി കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കാണാനൊരു മൂഡില്ല. ഞാനതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ വേറെ പടങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ മെയിൻ റിലീസസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഈവിൾ ഡെഡ് ബേൺ ഉണ്ട്. അതെനിക്ക് എനിക്ക് ഗോറായിട്ടുള്ള സാധനം അങ്ങോട്ട് കാണാനായിട്ട് താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ മൂഡ് അങ്ങനെയല്ല, അതുകൊണ്ട് ഞാനത് കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ റിവ്യൂ അല്ല. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഏത് വീഡിയോ റിയാക്ട്? ഇഡിയറ്റ്സിൻ്റെ ട്രെയിലർ നോക്കാം, എന്താണെന്ന് നോക്കാം. ജെയിംസ് ഫ്രാങ്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാട്ടോ. നമ്മുടെ സ്പൈഡർമാൻ 3-ൽ 2-ലും 1-ലും ഒക്കെ ഉണ്ട് ആള്. ഹാരി എന്ന് പറഞ്ഞ സ്പൈഡർമാൻ്റെ പീറ്റർ പാർക്കറിൻ്റെ കൂട്ടുകാരനായിട്ടാണ് പുള്ളിയുള്ളത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട് ഈ സോണി മറ്റേ പഴയ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാനിലെല്ലാം ഈ ഹാരി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറിൻ്റെ ചേഞ്ചൊക്കെ ജെയിംസ് ഫ്രാങ്കോ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ എക്സ്പ്രസ്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ഈ പൈനാപ്പിൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ടീമുകളുണ്ട്. ഈ സെത്ത് റോഗൻ, അതുപോലെ തന്നെ ഈ ജെയിംസ് ഫ്രാങ്കോ, അതുപോലെ ബാക്കിയുള്ളവരുടെ പേര് എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല. പിന്നെ ആരാ പെട്ടെന്ന് പേര് വരുന്നില്ല. അപ്പോൾ ഇവരുടെ തന്നെ ഈ സാധനമുണ്ട്, ഈ പൈനാപ്പിൾ എക്സ്പ്രസ്. അതൊരു സ്റ്റോണർ മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇവരുടെ ഒരു അഴിഞ്ഞാട്ടം ആണ് ആ പൈനാപ്പിൾ എക്സ്പ്രസ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഈ ജെയിംസ് ഫ്രാങ്കോയുടെ ഈ ടീമുകളുടെ, ഈ സെത്ത് റോഗനും ജെയിംസ് ഫ്രാങ്കോ ഈ ടീമിൻ്റെയൊക്കെ അടുത്ത പടമുണ്ട്, ദിസ് ഈസ് ദി എൻഡ്. അതും അന്യായ ഒരു അഴിച്ചുവിടൽ പണ്ണലാണ് സാധനം. അന്യായ പടം, അതും കണ്ടു നോക്കുക എല്ലാവരും, സീനാണ്. പിന്നെ പിന്നെ ഇൻ്റർവ്യൂ. അതിനകത്ത് സെത്ത് റോഗനല്ലേ കൂടുതൽ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെത്ത് റോഗനാണ്. അത് നമ്മുടെ നോർത്ത് കൊറിയൻ ഏകാധിപതിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന രണ്ട് അമേരിക്കൻസിൻ്റെ ഒരു സ്റ്റോറിയാണ്. അതും അന്യായ സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹോം പേജ് വന്ന് കിടക്കുമോ ജെയിംസ് ഫ്രാങ്കോയുടെ പുതിയ പടത്തിൻ്റെ ഇത്. അപ്പോൾ ഇത് കണ്ടോക്കട്ടെ, കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ലെറ്റ്സ് സീ. You know what we do here? Drive rich kids to rehab. It's your drug of choice. I've done acid over 20 times. Oh, baby, legally insane. Mark, Be very careful. we treat all of our clients with the ജെയിംസ് utmost ഫ്രാങ്കോ care. അല്ലേ? ഓക്കെ, അത് ജെയിംസ് ഫ്രാങ്കോ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് ഞാൻ ആ ടൈറ്റിൽ വായിച്ചു നോക്കിയപ്പോൾ ഡേവ് ഫ്രാങ്കോ. ഇനി ജെയിംസ് ഫ്രാങ്കോയ്ക്ക് ബ്രദർ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ജെയിംസ് ഫ്രാങ്കോയുടെ ബ്രദറാന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഐ ഡോണ്ട് നോ, അത് നോക്കണം. അത് എനിക്ക് എന്തായാലും ഇത് കാണാം. You're gonna be fine. I mean, be careful of him. The kid's a maniac. He's famous for it. What the? I'd make a blood hex on you. Oh, shit, I'm so sorry. Are you familiar with the philosophy that everyone's just doing the best they can? Gonna just toss your pants, okay? Yeah, sure. Thank you, Rashid. Appreciate you, man. We're all doing our best here, sir. എന്താ പേര് ഡേവ് ഫ്രാങ്കോ. എനിക്ക് തോന്നുന്നു ബ്രദർ ആയിരിക്കും. എനിക്ക് ആളുടെ ഫാമിലിയെ പറ്റിയൊന്നും അറിയത്തില്ല. തപ്പി നോക്കാം, ചിലപ്പോൾ ബ്രദർ ആയിരിക്കും. പിന്നെ ഈ ഡേവ് ഫ്രാങ്കോ ഞാൻ വേറെ പടത്തിലും കണ്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് ഫേസ് കണ്ടിട്ടേ. ഇതോടെ ഇത് ബോങ് റിപ്പ് ചെയ്യുന്നു, ഗ്രാവിറ്റി ബോങ്. എടാ ഇതൊക്കെ പറഞ്ഞ് ഇനി തൂഫാൻ പോക്കും. എൻ്റെ തൂഫാനാ, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ഇതൊക്കെ അറിയാമായിരിക്കും. ഓ
കാസ്റ്റിംഗ് പൊളിയാട്ടോ. the transporter. Yeah. Yeah, I am like the transporter. എനിവേ കണ്ടിട്ട് എന്തോ ബടിയ അപരാധമാണെന്ന് തോന്നുന്നു. കണ്ടുപോകാം. ഓഗസ്റ്റ് 28, അടുത്ത മാസം 28, അടുത്ത മാസം ലാസ്റ്റ് അല്ലേ, അതങ്ങനെ കണ്ടുപോകാം. എന്തായാലും ഡേവ് ഫ്രാങ്കോ, ഞാൻ ജെയിംസ് ഫ്രാങ്കോ എന്നും പറഞ്ഞ് ആദ്യം കുറേ എന്തൊക്കെ വിളിച്ച് പറഞ്ഞ്, ഇത് ഡേവ് ഫ്രാങ്കോയാണ്, പുള്ളിയുടെ ബ്രദറാണെന്നാണ് തോന്നുന്നത്. ആണ്, കണ്ടിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നതാണ്. അത് ബ്രദറല്ലാതെ പിന്നെ അളിയനാവും, അച്ഛനല്ല. ഇനി അടുത്ത എന്താ ഉള്ളത്? എക്സിറ്റേറ്റ്. ഈ എക്സിറ്റേറ്റ് എന്ന് പറയുന്ന ഈ സാധനം, ഇത് ഗെയിമാട്ടോ. ഇതിൻ്റെ സിനിമയാണ് കഴിഞ്ഞ മാസം ഇറങ്ങിയത്. ഞാൻ കണ്ടു കേട്ടോ, 2 ദിവസം മുന്നേ കണ്ട അന്യായ പടം, അന്യായ സാധനം. അതിൻ്റെ ഈ സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. നിങ്ങൾ നോക്കിയത് ഗെയിമാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ പടം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നും ഗെയിമിൻ്റെ കാര്യമൊക്കെ നോക്കിയത്. നല്ലൊരു പടം, അത് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത എന്താ? വാട്ട്സ് നെക്സ്റ്റ്? സുകുമാരക്കുറുപ്പിനെ ട്രാക്ക് ചെയ്ത് ഗൾഫിലൊക്കെ എത്തി എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ന്യൂ ട്രെയിലേഴ്സ് ഒന്ന് തപ്പി നോക്കാം. ന്യൂ ട്രെയിലേഴ്സ് 2026. ഡൂണ് വേണ്ട, ഡൂൺ ഞാൻ കണ്ടു ഓൾറെഡി അതിൻ്റെ ട്രെയിലർ. അവറാച്ചൻ ആൻഡ് സൺസ്, ബിജു മേനോൻ, തമ്പി. ആരടാ തമ്പി? ഇതേത് തമ്പിയാ? ലിസ്റ്റിൻ സ്റ്റീഫൻ, ജോസഫ് വിജേഷ്. ഇതെന്താണ് നോക്കാം. മാജിക് ഫ്രെയിംസ്. ചേട്ടൻ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നറിയോ? പറയൂ. ഓ ഗണപതി, അളിയരൊക്കെ അവിടെ ഇതിനകത്തുള്ളേ. ഞാൻ എല്ലാവരുടെയും വിഷമം നോക്കും, എന്നിട്ട് ആ നാട്ടുകാരെ മൊത്തം പറഞ്ഞു നടക്കും. അതെ, കാണത്ര എളുപ്പമല്ലേ ഇത്? വേണം. ശ്രീനാഥ് വാസി, ഡേ പോടാ. എല്ലാരും പറയണത് ഇതാരെങ്കിലും കേട്ടാ? ഇത് കോസ്മിക് വേണം, ആർക്കും തടയാൻ പറ്റില്ല. അവന്റെ പേര് ജയമോ എന്നാണ്. പയ്യൻ നല്ല പയ്യനാണ്. അപ്പന്റെ പേര് അവറാച്ചൻ. ആളത്ര എടുപ്പൊന്നുമല്ല. കല്യാണം കഴിച്ചാൽ നന്നായില്ല. കൊള്ളാം കേട്ടോ, നല്ല പ്രോമിസിങ് ആയിട്ടൊരു പടമായിരിക്കും എന്നാ തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു പടമായിരിക്കും എന്നാ തോന്നുന്നു. പോയി കാണണം. ബാക്കി കണ്ടോക്കെ ഉണ്ടാകുമ്പോ നന്നാവുന്നില്ല. ഇപ്പൊ കൊച്ചുമക്കൾ വരെ ഉണ്ടാകുമ്പോൾ അവരൊരു മാറ്റവും ഇല്ല. ഇങ്ങനത്തെ അപ്പുണ്ടെങ്കിലേ പിള്ളേർക്ക് ഇരിക്കപ്പെടുന്നുണ്ടാവല്ലോ. ബിജു മേനോൻ ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുവാണോ? ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലോട്ട് ഒതുങ്ങിപ്പോവാണോ എന്നൊരു ഡൗട്ട്. പക്ഷേ പുള്ളി നല്ല കേപ്പബിലിറ്റി. മറ്റേ അയ്യപ്പനും കോശി തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. പഴയ പടങ്ങൾ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും ഈ അയ്യപ്പനും കോശിയും കണ്ടപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഇതേപോലെ 2-3 പടത്തിൽ ഇതേപോലത്തെ കാസ്റ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ. ഈ സെയിം ഇത്, അതായത് രക്ഷാധികാരി വൈദ്യു എന്താണ്ടൊക്കെ പറയുന്നൊരു പഴയ കുറേ പടം ഉണ്ടല്ലോ. പിന്നെ അതേപോലത്തെ 2-3 പടമുണ്ട് ഇതേപോലെ സെയിം ഇതേ ഒരു ക്യാരക്ടറിൽ പിടിച്ചു പോകുന്ന സാധനം. നോക്കാം, എന്തായാലും പടം ഇറങ്ങാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ക്യാരക്ടറിനെ പറ്റി. ട്രെയിലർ ബാക്കി കണ്ടു നോക്കാം. റിട്ടൺ ബൈ ജോസഫ് വിജീഷ് ആൻഡ് തമ്പി. ആരടാ ഈ തമ്പി? ആദ്യമാണല്ലോ ഇവർക്ക് പേര് കേൾക്കണേ. ഇനി ഞാൻ പേര് കേൾക്കാത്തയാണോ എന്തോ, നോ ഐഡിയ. ഇനി പുള്ളിക്കാരി ഭയങ്കര അവറാച്ച നീ പാറയാകുന്നു. കൊള്ളാം, അത് കൊള്ളാം. സ്റ്റീഫൻ, വിനയ് ഫോട്ടോ കൊള്ളാം. ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന ബിജു മേനോന്റെ അവറാച്ചൻ ആൻഡ് സൺസ് കണ്ടിട്ട് കൊള്ളാം. കാസ്റ്റിംഗ് ഒക്കെ പൊളിയാ. നമ്മുടെ മെയിൻ സാധനങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി പടം എന്താണെന്ന് ഇറങ്ങി നോക്കിയിട്ട് കാണാം. ഇനി അടുത്ത സാധനം ഏത് കാണാം?
ഞാൻ ഗ്രാനി കണ്ടിട്ടില്ല. പക്ഷെ ഗ്രാനി നമ്മുടെ അനന്തരാമൻ അജയില്ലേ അപ്പൂപ്പൻ ബോയ്സ്, പുള്ളിയുടെ ഗ്രാനി ഞാൻ ഇതുവരെ കണ്ടില്ല. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. പക്ഷെ ഞാൻ കണ്ടില്ല. എനിക്കത് ഒന്ന് നല്ല സൗണ്ട് എഫക്ട്സിൽ നല്ല രീതിയിൽ ഇരുട്ടത്തിരുന്ന് കാണണമെന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കേട്ടു. ഇതുവരെ കണ്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതൊന്നുമില്ല. ഞാനൊന്ന് കാണട്ടെ. ആ പടം എനിക്ക് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ എനിക്ക് സെപ്പറേറ്റ് ഒന്ന് കാണണം. ഇപ്പോൾ 2.8 മില്യൺ ആയോ? 7 ദിവസം കൊണ്ട് 2.8 മില്യൺ പൊളി. വമ്പൻ ഐറ്റം ആയിരിക്കും അത്. എനിക്കൊന്ന് കാണണം. ഇനിയിപ്പോൾ അടുത്ത നോക്കാം. അടുത്തതാ ന്യൂ മൂവീസിൻ്റെ ബാക്കി നോക്കട്ടെ. മൂവീസ് ജയിലർ 2 കണ്ടു. ഡൂണ് വേണ്ട. നാഗബന്ധം. ഈ നാഗബന്ധം ഉണ്ടല്ലോ, ഈ നാഗബന്ധം, ഈ സാധനം കാണാൻ ഞാനിവിടെ ഒരു തിയേറ്ററിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോയി കണ്ട്. ആകെ ഞാനും വേറൊരു പയ്യനുണ്ടായിരുന്നു. അവസാനം അവർ ഷോ എടുത്തില്ല. ഫസ്റ്റ് ഷോ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പുല്ല്. തമിഴ് മുരുകൻ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക്. ധനുഷ്, വെട്രിമാരൻ, സായി അഭ്യങ്കർ. ഒന്ന് നോക്കണമല്ലോ ഫസ്റ്റ് ലുക്ക്. എന്ത് സംഭവം? വെണ്ടർബർ ഫിലിംസ്. എ വെച്ച് ചെയ്തിരിക്കുന്നു. ധനുഷ്. ആ, സായി അഭ്യങ്കറിന്റെ കത്തിക്കലുണ്ട് കേട്ടോ. സായി അഭ്യങ്കറിന്റെ കത്തിക്കലുണ്ട് ഇതിനകത്ത്. അതാണോ ഇത്? അറിയിപ്പ് മതി. ഇത് മതി. ഇനി മതി. കഴിഞ്ഞില്ല ഇത്. വെട്രിമാരൻ. മതി, അത് മതി, അത്ര മതി, കൂടുതൽ വേണ്ട. സത്യം പറയാലോ, എനിക്ക് വലിയ സംഭവമൊന്നും തോന്നിയില്ല. കൊള്ളാം, നോക്കട്ടെ, ഇറങ്ങി കഴിയുമ്പോൾ അറിയാം. അടുത്ത ന്യൂ ട്രെയിലേഴ്സ് അല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? ന്യൂ ട്രെയിലേഴ്സ് വേറെ ഏതുണ്ട്? ഈ GDN ട്രെയിലർ, ആർ മാധവൻ, സത്യരാജ്, ജയറാം, പ്രിയാമണി, ദുഷറ, ഗോവിന്ദ് വസന്ത, ഇതെന്ത് സംഭവം? ഞാൻ അന്ന് കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒന്ന് കണ്ടു കളയാം. ലെറ്റ്സ് സീ. இவங்க சொல்ற அந்த தகுதியான மனிதர் இருக்காரு இல்லைங்களா, அவருடைய வயசான காலத்துல பைத்தியம் பிடிச்சி அவரோட சொந்த பில்டிங்க்கு பாம்பு வச்சிருக்காரு. Who the hell is this fakir? GD Naidu. GD നായിഡു എന്നാണ്. ഇത് ചിലപ്പോൾ ആരെങ്കിലും റിയൽ ലൈഫ് സ്റ്റോറി ഇൻസ്പയർ ചെയ്ത് ചെയ്തതാവാനേ ചാൻസ് ഉള്ളൂ എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് മേക്കിംഗ് ഒക്കെ കണ്ടിട്ട് ആ ഒരു പഴയ ഒരു എറയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാൻ തോന്നുന്നു. UMS மூலமா கோடி கோடியா சம்பாதிக்கிறாரு. பாலிடெக்னிக் இன்ஜினியரிங் காலேஜ்ல ஆரம்பிச்சு கட்டணத்தை வாரி குமிக்கிறாரு. ஆனா ஒழுங்கா டாக்ஸ் கட்டுறதுக்கு மட்டும் என்ன கசக்குதா? But his books are ജയറാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജയറാം മലയാളം വിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി അങ്ങ് സെറ്റിലായിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഞാൻ ലാസ്റ്റിലെ പടം കണ്ടായിരുന്നു, പരിമള ആൻഡ് കോ. പറിച്ച പടമായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ല. തൊലിച്ച പടമായിരുന്നു, കാണാൻ കൊള്ളത്തില്ല. ആ പടം അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. അതിനകത്ത് എന്തെങ്കിലും ആവട്ടെ, അയാൾ തമിഴ്നാട്ടിൽ പോവേ ചെന്നൈ പോയി എന്തെങ്കിലും ചെയ്യട്ടെ, നല്ല റോള് ചെയ്താൽ മതി, കുഴപ്പമില്ല.
നല്ലവനായിട്ടുള്ള ഉണ്ണിയെ കളിക്കാതിരുന്നാൽ മതി. Clean, and he's working within the system. You are the system. If his books are clean, ആ ഈ അളിയൻ എനിക്കറിയാം, ആ കാണുന്ന എനിക്കറിയാം. Working within the system. അളിയൻ മറ്റുള്ള അങ്ങേരല്ലേ, രണ്ട് ഈ അളി ഇയാളുടെ പേര് ഞാൻ പറഞ്ഞു. ഇയാൾ മറ്റുള്ള പടത്തിനകത്ത് സീനായിരുന്നു കേട്ടോ. ഏതാ തുപ്പരിവാലൻ മിസ്കിൻ്റെ നമ്മുടെ വിശാല നായകനായിട്ട് അഭിനയിച്ചു. അതിനകത്ത് വില്ലനായിട്ട് വന്നിട്ട് ഇയാളൊരു ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും പിടിച്ചുകൊണ്ട് ചെയ്തിട്ടൊരു സാധനമുണ്ട്. ഇയാൾ മറ്റേ ഡോക്ടർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും വില്ലനായിരുന്നു. എനിക്ക് ഇയാളെ വില്ലൻ വേഷത്തിൽ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇയാൾക്ക് അങ്ങനെ ഒരു ആ ഒരു സാധനമുണ്ട്. മറ്റേ ഇയാൾ ക്രൂരതയൊന്നും പറയാതെ അല്ലെങ്കിൽ വില്ലത്തരമൊന്നും പറയാതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ ഒരു വില്ലൻ സാധനം ഇയാളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു നടനെ അയാൾ. പേര് ഞാൻ മറന്നു. சட்டத்துக்கு அவங்க நாயுடு அடிச்ச கள்ள நோட்டும் அதுக்கு பயன்படுத்தின மிஷின்ஸ் எல்லாம் ആ വെള്ളക്കാരനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ആ ഫോറിനറായിട്ട് അഭിനയിച്ച ബ്രിട്ടീഷുകാരനായിട്ട് അഭിനയിക്കുന്ന പുള്ളിയെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ദുരന്തറിലാണോ മറ്റേ ഡേവിഡ് ഹെഡ്ലിയോ അങ്ങനെ കണ്ടു പറഞ്ഞ ഒരാളായിട്ട് അഭിനയിക്കുന്ന, 2 കണ്ണ് പല കളറിലായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഒറ്റ ഷോട്ടേ കാണിക്കത്തുള്ളൂ. എന്തോ ഒരു അതിനെ കണ്ട പോലൊരു ഓർമ്മ. இருக்கிறதாக எங்களுக்கு தகவல் வந்தது. These clever businessmen will have multiple books of account. உங்க கனவுகளுக்கு தோளோட தோல் நின்று ஊக்குவிக்கிற மாதிரி ஒரு நல்ல பொண்ணா பார்த்து நீங்க கல்யாணம் பண்ணுங்க. പൃഥ്വിരാജ് Naidu is doing business with Germany and the Nazis. നാസീസോ? Against the interests of the crown. This is treason. இந்த பிரிட்டிஷ் ஃபெல்லோஸ்க்கு ஜெர்மன் காரனையும் பிடிக்காது, நாயுடுவையும் பிடிக்காது. நீங்க அநியாயமா வரிய போட ஆரம்பிச்சதுக்கு அப்புறம் தான் நாயுடு கேள்வி கேட்க ஆரம்பிச்சாரு. அது வரைக்கும் ஒழுங்கா வரி கட்டிட்டு தான் இருந்தாரு. அவர் பாட்டு வளர்ந்துட்டே போறாரு, கண்டுபிடிப்புகள் அடிக்கிட்டே போறாரு, ஃபேக்டரி மேல ஃபேக்டரி தரந்துட்டே போறாரு சார். உங்க சொத்துல 80% பறிமுதல் செய்யறதுக்கான அரசாங்க உத்தரவு. நகரத்தின் அரிய தந்தை ஸ்ரீ டி.டி. நாயுடு அவர்கள் ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇത് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ട്രെയിലർ ഇങ്ങോട്ട് പോകുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് റിലവൻസ് ഉള്ളൊരു മൂവിയാണെന്ന് തോന്നുന്നു. കാര്യം മേക്കിംഗ് ഒക്കെ കൊള്ളാം കണ്ടിട്ട്. സിനിമ തിയേറ്ററിൽ വന്നാലേ ബാക്കി പറയാൻ പറ്റൂ. அனைத்து சாதனைகளையும் உழைத்து நிறுத்தப் போகிறார். നമ്മുടെ മലയാളത്തിലെ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. வெள்ளக்காரன் தான் நம்மளுக்கு எதிரி. அவன் கொடுத்த சண்டை போடணும்னு பார்த்தா நம்ம ஊர்க்காரங்களே நம்மளுக்கு எதிரியா இருக்கிறாங்க. எங்க வந்து யாருக்கிட்ட பேசுவீங்க நீ? ഇത് അയാൾ തന്നെ. எந்த நாட்டுல இருந்து நீங்க யார்கிட்ட பேசிட்டு இருக்கீங்கன்னு உங்களுக்கு கூடி சீக்கிரம் புரியுங்க. மனசு சுத்தமானவன் சொல்றது பலிக்கும் போய் குறிச்சு வச்சுக்க. இன்னையிலேந்து ஒரு நாள் கூட ஒன்னாயிடு வர நிம்மதிய தூங்க கூட முடியாது. வேட்டையோட கதையை வேட்டைக்கார எல்லாமே ஒரு சிங்கம் எழுதிச்சுன்னா வீரத்தோட விளக்கமும் மாறிடும். എന്ന് കമ്മിങ് സൂൺ എന്ന് கேள்வி கேட்காதீங்க சுந்தரம். ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആയിരിക്കും സാധനം, പൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഈ ഇത് നമ്മുടെ മാധവനെ ദുരന്തറിനകത്ത് ആ ഫസ്റ്റ് ഓപ്പണിംഗ് സീനിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോഴേ ഇത് മാധവനല്ലേ തോന്നിയേ. അമ്മാതിരി മേക്കപ്പ് ആയിരുന്നു അതിനകത്ത് അയാൾ ചെയ്തത്. മേക്കപ്പ് മാത്രമല്ല, അയാളുടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ഇംപ്രവൈസേഷൻ ഉണ്ട് അതിനകത്ത്. അയാള് ഒരു നമ്മുടെ അജിത് ഡോവലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട് അയാൾ, ആ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് ആണ്ട്രാ വേറെ ആരാണ്ടൊക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് വയ്യ ഇങ്ങനെ കൊണ്ട്. ഇയാളുടെ ഒരു പടം ഇയാൾ കുറേ നാൾ കഴിച്ച് ഞാൻ കംബാക്ക് കണ്ടത് ഇല്ല. ഒരു ബോക്സിങ് മൂവി ഉണ്ടല്ലോ, ഇരുതി സുട്രോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പേര്. ഞാൻ പേര് മറന്നുപോയി, പേര് എനിക്ക് ഓർമ്മ പിടിയിട്ടില്ല. അതിൽ പുള്ളി വമ്പനായിരുന്നു. ഞാൻ അടുത്ത ന്യൂ ട്രെയിലർ അടുത്തെന്താ, ഇക്ക വേണ്ട കാണണ്ട. അടുത്തത് എന്ത് കാണാം? തളിരോമലേ തുടക്കം. നമ്മുടെ മോഹൻലാലിൻ്റെ മോളുടെ ആദ്യത്തെ പടമാണ്.
തുടക്കം. അതിൻ്റെ സാധനം എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനതിവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി വേറെ എന്തൊന്നും ഇല്ലാത്ത ന്യൂ ട്രെയിലേഴ്സ് എടുത്തിട്ട് എന്താ വരാത്തൊന്നും വേറെ. ബോൾ ബോൾ റാണി, ആ ഡൂണ് തന്നെ ഒന്ന് നടക്കുന്നത്. ഡൂൺ കിങ് ഒഫീഷ്യൽ ട്രെയിലർ. കിങ്ങോ ടീ ട്രെയിലർ, ഇതെന്ത് സാധനം? ഷാറുഖ് ഖാൻ്റെ പുതിയ പടമാണോ? എടാ പോടാ, ഇതാണ്ട് ഫാൻ മെയ്ഡ് തൊലിയെങ്ങാണ്ട് മരുമ്പിക്കാനായിട്ട് എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചാനലിൻ്റെ പേരെന്തുവാ? ടീ റെയിലർ 12 മില്യൺ വ്യൂസ് 5 hours. എടാ മൈരന്മാരെ, നീയൊക്കെ ഉണ്ടല്ലോ, കുറെ ഉണ്ടാക്കുമല്ലോ. ഒരു ചാനലിന്റെ പേര് ഇത് കാണാൻ 12 മില്യൺ വ്യൂസ് ഒക്കെ ആ വീഡിയോയുടെ സൈഡിൽ ഇങ്ങനെ കാണാൻ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സാധനമാണ്. ഇവന്മാര് ശരിക്കും ആ വീഡിയോയ്ക്ക് 34K വ്യൂസേ ഉള്ളൂ. അളിയന്മാര് ചെയ്തു വെച്ചേക്കുന്നുണ്ടോ? ഏടാ മൈരന്മാർ, ഇവന്മാര് സീന്. കുറെ ചാനലുണ്ട് ഇതേപോലെ, എല്ലാം പൂട്ടിക്കണം. ഞാനാരാ പൂട്ടിക്കാൻ? ഞാൻ യൂട്യൂബ്. അവന്മാർ ഇരട്ടെന്നല്ലേ. വരവ് ട്രെയിലർ, വരവിന്റെ ട്രെയിലർ ഞാൻ കണ്ടില്ല. ഒന്ന് കണ്ടു നോക്കിയാലോ. ലെറ്റ്സ് സീ. എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ഹാജി കൈലാസ്. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും. എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റകളുണ്ട് ഈ നാട്ടിൽ. മുരളി ഗോപി, എന്താ എൻ്റെ പേര്? പക്ഷെ വായി വരുന്നില്ലല്ലോ. എന്ത് വരുന്നു ഇങ്ങനത്തെ പേര്? മുരളി ഗോപി എന്ന് തന്നെയല്ലേ? മുരളി ഗോപി. പെട്ടെന്നൊക്കെ ഇങ്ങനെ പേര് മറന്നു പോകുന്നത്. മുരളി ഗോപി വില്ലനായിട്ട് വരുന്നടേ. വില്ലനാണോ? അല്ലേ? എത്ര കണ്ടിട്ട് അങ്ങനെ പറയാൻ പറ്റും? മുരളി ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മുരളി ഗോപിയുടെ വില്ലനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മുരളി ഗോപിയുടെ ക്യാരക്ടർ ഇപ്പോൾ ലാസ്റ്റ് അനന്തങ്കാട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ മുരളി ഗോപിയുടെ സാധനം മമ്പനായിരുന്നു. അതുപോലെ വല്ലതും ആണോ ഇനി? പോളച്ചൻ 10 ദിവസത്തെ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവൂ? കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ വിടുന്നൊരു പ്രശ്നം. ആ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ജോജു ജോർജിന്റെ. ഓ ഓ ഓ അത് സീസാരരുത്. ഒരു കൊലക്കേസ് പ്രതി വണീശതല്ലയോ ഞാൻ കണ്ടേ? ഇപ്പൊ പരവില്ല. ആ പരോള് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആ വലിയുടെ പ്രതികാരം നമ്മളെ കാട്ടപ്പട്ടളം തീർത്തിട്ടാണ്. ചേട്ടായി വന്നതിന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും തിരിച്ചെത്തുന്നു കേട്ടു. ഇതെന്തോ റിവെഞ്ച് ത്രില്ലറാണെന്ന് തോന്നുന്നു. പക്ഷെ ആക്ഷൻ ഉണ്ട്. ഷാജി കൈലാസ് മുഞ്ചിക്കോ? എന്തായാലും പടം കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ജോജു വമ്പനായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ ജോജുവിൻ്റെ ഒരു സാധനം ഇറങ്ങിയായിരുന്നല്ലോ, പണി എന്ന് പറഞ്ഞിട്ട്, ഞാനത് കണ്ടില്ല. ആ പടം ഞാൻ കണ്ടില്ല. ഇതുവരെ എനിക്ക് ആ പടം കാണാൻ പറ്റിയില്ല. ഞാൻ എന്തോ ഇനി കണ്ടു നോക്കണം ഈ പടം. ഈ വരവ് വരുന്നതിന് മുന്നേ ഷാജി കൈലാസിൻ്റെ പടം ഒന്ന് കാണാം. പണി ഒന്ന് കാണണം. ഷാജി കൈലാസിൻ്റെ പണി ജോജു അല്ലേ ചെയ്തത്? ജോജു ആണെന്ന് തോന്നുന്നു ഡയറക്റ്റും ചെയ്തത്. ഒന്ന് കണ്ടു നോക്കണം. ആരെയും ഒന്നും ചെയ്യരുത്. ഇപ്പൊ പ്രശ്നം அந்த பையன் இல்ல, அவங்க அண்ணன். கவலைப்படாதீங்க சார், நான் பாத்துக்கிறேன். எத்தவண யோகாന്റെ പടം എനിക്ക്. നോക്കിയിരുന്നു 5 പേരെ ഐസിയു കിടക്കണേ. ഒരെണ്ണത്തിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. കണക്ക് ചോദിക്കാൻ അറിയാം, പിന്നെ പേടിച്ചിട്ട് കാര്യമില്ല. സാംസിയസ് ആണോ മ്യൂസിക്? വേറെ ഐറ്റം അയാള്. ഇതിനകത്ത് എന്താ കാണിക്കാൻ നമുക്ക് കണ്ടറിയാം. ഇതിന്റെ പേരിൽ തെമ്മാടിക്കുഴി എടുക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ.
നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുമ്പോ നമ്മൾ ചതിച്ചവരുടെ മുഖങ്ങളും എന്നെ തിട്ടപ്പെടുത്തണ്ടേ സാറേ? ലാസ്റ്റ് കുറെ ഉണ്ടല്ലോ കർത്താവിന്റെ കണക്കുമായിട്ട് അങ്ങ് ഒത്തുപോകും. വരവ് ഷാജി കൈലാസ്. സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ഡ്രാഗണോ? അതവിടെ നിൽക്കട്ടെ, ഡ്രാഗൺ അവിടെ നിൽക്കട്ടെ. ഒരു റിവെഞ്ച് ത്രില്ലറാണെന്ന് തോന്നുന്നു. റിവെഞ്ച് സ്റ്റോറി ബദ്ല ആയിരിക്കും. എനിവേ കണ്ടുപോകാം. സിനിമ ഇറങ്ങുമ്പോൾ കാണണം. ഇത് പടം പോസ്റ്റ്പോൺ ചെയ്ത് കുറച്ചായി. ഞാനിത് കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പം ഇങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്തവരായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് റിയാക്ഷൻസ് ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഇന്നലെ ഞാൻ ഇന്നലെ അല്ലേ ധമാൽ 4 കണ്ട? ഇന്നലെ ധമാൽ 4 കണ്ടു. അതിന് മുന്നേ ഞാനിത് ലാസ്റ്റ് എക്സിറ്റ് 8 ഇരുന്ന് കണ്ടു. എക്സിറ്റ് 8 അടിപൊളി പടമായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനായിരുന്നത്. പക്ഷെ അത് അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടൊന്നുമില്ല. ഞാൻ ഇതിൽ തന്നെ പറയാം. എക്സിറ്റ് 8 നല്ലൊരു ഒരു ഗെയിമിൻ്റെ ഞാൻ കാണിച്ചില്ലേ, ഒരു ഗെയിമിൻ്റെ അഡാപ്റ്റേഷനാണ്. ഒരു ഇൻഡി ഗെയിമാണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഗെയിമാണ്. അതൊരു ഒഫീഷ്യൽ ഒരു സ്റ്റുഡിയോസ് റിലീസ് ചെയ്തു അങ്ങനെയൊന്നുമല്ല. ഒരു ഇൻഡി സൂപ്പർ ഗെയിമാണ്. ഞാൻ ഗെയിം കളിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഗെയിം പ്ലേ കണ്ടു. അന്യായം ആ സാധനത്തിൻ്റെ ഒരു മൂവി അഡാപ്റ്റേഷൻ. പടം എന്ത് പടാ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പിന്നെ അതിനെപ്പറ്റി തപ്പി നോക്കിയപ്പോഴാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേയൊക്കെ വീഡിയോ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കാണിക്കുന്നുണ്ട്, ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഒരു നടന്നു വരുന്നൊരു പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. ആ പുള്ളി നമ്മുടെ ന്യൂയോർക്കിൽ ഈ മൂവിയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സബ്വേസിൽ ആ ഒരു പെർഫോമൻസ് പോലെ ആളിങ്ങനെ നടക്കുകയും ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തായിരുന്നു. അത് ഞാൻ കണ്ടു. അത് മൂവി പ്രൊമോഷനായിട്ടാണ് ചെയ്തത് കേട്ടോ. ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്, ഒരു സൈക്കോളജിക്കൽ ലൂപ്പ് മൂവി. ഭയങ്കര ത്രില്ലറാണ് സാധനം. അത് നമുക്ക് സംഭവം അന്യായമായിരുന്നേ. നിങ്ങളിനി എക്സിറ്റ് 8 പോയി കാണും, നിങ്ങളെല്ലാവരും കാണുക. നല്ലൊരു പടമാണ്. ജാപ്പനീസ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറിയൻ അല്ല, ജാപ്പനീസും കൊറിയനും ചൈന എല്ലാം കൂടെ എനിക്ക് കുഴഞ്ഞു പോകൂടെ. എന്തെന്ന് പറയാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ എക്സിറ്റ് 8 എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേടേ. ആകെ 1-2 സബ്സ്ക്രൈബറൊക്കെ ഉള്ളൂ. 4 അല്ല 41. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 41 സബ്സ്ക്രൈബറേ എനിക്കുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക, എന്നെ വളർത്തുക. ഞാനും വളർന്ന് പന്തലിക്കട്ടെ. അപ്പോൾ ബൈ.